ഹായ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് അധ്യാപകനായ സുനിൽ സാറിനെ കാണാൻ വേണ്ടിയിട്ടാണ്. സുനിൽ സാറിന്റെ വീട്ടിൽ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മളൊരു ലാൻഡ്സ്കേപ്പും സ്റ്റോൺ വർക്കും ചെയ്യുകയുണ്ടായി. അതിന്റെ ഒരു റിവ്യൂ സാറുമായി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹായ് സാർ, എന്താണ് നമ്മുടെ ഒരു വർക്കിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്നും പങ്കുവച്ചു? നമ്മൾ ഞാൻ മറ്റു വടക്കൻ ജില്ലകളിലൊക്കെ ആയിരുന്നു ആദ്യം ജോലി ചെയ്തത്. ഇവിടെ ഇങ്ങോട്ട് നാട്ടിലേക്ക് വന്ന് വീടൊക്കെ വെച്ചപ്പോൾ ഒന്ന് പരിസരമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ജോസിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നത്. എൻ്റെ ഫോട്ടോയും വീഡിയോകളും ഒക്കെ കണ്ടു. അവിടെ നിന്നാണ് ഞാനവിടെ ഓഫീസിൽ വന്ന് അന്വേഷിക്കുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ഒരു തുടക്കം. അതെ, അത് പിന്നെ അത് നീണ്ടുപോയി. അത് അദ്ദേഹം പിന്നെ അതിനുശേഷം സന്തോഷം വന്നു, സൈറ്റൊക്കെ വിസിറ്റ് ചെയ്തു, എൻ്റെ ഒരു പ്ലാനിങ് ഒക്കെ നടത്തി. അപ്പം വർക്കുകളുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിനുശേഷം അവർ ഏതാണ്ട് ഒരു 2 ആഴ്ച കൊണ്ട് സാറിന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു വിഷൻ ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യണം, ഈ രീതിയിലാണ് സ്ലോപ്പ് എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് സാറിന് കാഴ്ചപ്പാടുണ്ടായിരുന്നു. അപ്പം പിന്നെ അതിനുശേഷം അവരും കുറച്ച് മാറ്റമൊക്കെ വരുത്തി. ആ കാഴ്ചപ്പാടിൽ ചെയ്തപ്പോൾ അത് വിചാരിച്ചതിനേക്കാൾ ഭംഗിയായി. അപ്പം അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ജോസ് നമ്മുടെ സുഹൃത്തും നമ്മുടെ അടുത്ത ഒരാളാണ്. പക്ഷേ നല്ല അദ്ദേഹത്തിൻ്റെ ടീം ഒന്നുകൂടെ നല്ല രീതിയിൽ വർക്ക് ചെയ്തു. സ്റ്റോൺ ആയാലും മറ്റ് ഗ്രാസും അതുപോലെ തന്നെ പ്ലാന്റ്സ് ആയാലും അവിടെ ലാൻഡ്സ്കേപ്പ് അവിടെ അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളായാലും എല്ലാം വളരെ നല്ല രീതിയിൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ കൃത്യമായി ചെയ്തിട്ടുണ്ട്. പറഞ്ഞ സമയത്തൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, കാലാവസ്ഥ ആയിരുന്നു ഇത്. ഓക്കെ ആയിരിക്കും. ഓക്കെ, അതൊക്കെയാണ് ആൾക്കാരെ അറിയുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു, സമയത്ത് ചെയ്ത് തീർക്കാൻ പറ്റി. നല്ല മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ചെയ്ത് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും കണ്ടവരും എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പൊ സാറ് നാളെ നമുക്ക് വേറെ ആൾക്കാരെ റെക്കമെൻഡ് ചെയ്തു തരുമെന്നാണോ? പിന്നെ തീർച്ചയായിട്ടും. താങ്ക് യു വെരി മച്ച്. അപ്പം സാർ ഈ ഒരു റിവ്യൂ തന്നതിൽ വളരെ നന്ദിയുണ്ട്. ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുക. മെയിൻ്റനൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായും. ഓക്കെ, സാറിന്റെ സുഹൃത്തുക്കൾക്ക് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സന്തോഷം.